നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. നവകേരള സദസ്സിന്റെ കൂടെ ഞങ്ങൾ പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ചീത്തവിളി ഞങ്ങൾ കൂടി കേൾക്കേണ്ടി വന്നേനെ. ഇത്രയും വൃത്തികെട്ട ഒരു ജാഥ, അല്ലെങ്കിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ ഈ കോലം കെട്ടി നടക്കുന്ന കാഴ്ച, അതിന്റെ കൂട്ടത്തിൽ പോകാനായിട്ട് അവർക്കുള്ളതുപോലെ ഞങ്ങൾക്ക് തലയ്ക്ക് ഓളമില്ലല്ലോ. കേരളത്തിന്റെ പൊതുമനസ്സ് ഈ നവകേരള സദസ്സിന് എതിരാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ചരിത്രത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ല. എന്തിന്റെ ആഘോഷമാണ്, എന്ത് യാത്രയാണ് ഈ പിണറായി വിജയനും കൂട്ടരും നടത്തുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞാൽ കൊള്ളാം. ഒരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും LDFന്റെയും രാഷ്ട്രീയ അന്ത്യയാത്രയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യയാത്രയുടെ ഭാഗമാകാനായിട്ട് തലയിൽ മൂളയുള്ള ആരെങ്കിലും പോകുമോ? നമ്മളെയാണല്ലോ മച്ചമ്പി. 140 മണ്ഡലങ്ങളിലും പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പോയി കഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതോടുകൂടി ഇതിന്റെ ഇടപാട് തീരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ആകാശവാണി പ്രക്ഷേപണം കേൾക്കാനായിട്ട് ഞങ്ങൾ പോയി ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന മറ്റാളുകൾ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് അടിമകളല്ല ഞങ്ങളാരും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. കാരണഭൂതൻ പറയുന്നത് കേട്ട് ഏറാൻ മോളി പോകുന്ന ആളുകൾ അടിമകളല്ല ഞങ്ങളാരും. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഏതു ചർച്ചയിലും ഏതു സംവാദത്തിലും മര്യാദയും മാന്യതയും പുലർത്തുന്ന എല്ലാ മനുഷ്യന്മാരും ഒഴിവാക്കേണ്ട രണ്ട് പ്രയോഗമുണ്ടായി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഒച്ച വെച്ച് അവരുടെ അവസരത്തിനിടയിൽ കയറി ഇടപെട്ട് ഇത് ഇവിടെ പരിപാടി അവസാനിപ്പിക്കണം എന്നൊക്കെ വേണമെങ്കിൽ പറയാറുണ്ട് ഞാൻ. പക്ഷെ അതിനൊന്നും മുതിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ ചർച്ചയിൽ തൊട്ടു മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ച് കണ്ടില്ലേ? കാരണഭൂതൻ. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. അങ്ങനെയാണോ മാന്യതയോടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. ഞാൻ നല്ല ബോധ്യത്തോടു കൂടെ പറയുന്നു, ഭരണാധികാരിയെ ഏറ്റവും മാന്യമായ നിലയിൽ ഞാൻ നരാർന്നവെന്ന് പറയും. അങ്ങനെയാണോ മാന്യതയോടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ദയാരഹിതമായ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങളുടെ പാർട്ടി പരിപാടിയിൽ തന്നെ വന്ന ഒരു തിരുവാതിര പാട്ടാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. എന്താ ഉറക്കം വരുന്നു. ഈ കാരണഭൂതൻ എന്നുള്ളത് അദ്ദേഹത്തിന് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ആ വാക്ക് രാഷ്ട്രീയ കേരളത്തിൽ അവതരിപ്പിച്ചത് CPM എന്ന പാർട്ടി തന്നെയാണ്. നമ്മൾ ഈ നാണം കേട്ടല്ലോ. അപ്പൊ അത് അദ്ദേഹത്തിന് ആക്ഷേപമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം CPM പാർട്ടിയിൽ പോയിട്ട് അതിനെ കുറിച്ച് പറയണം. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത തിരുവാതിര കളിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കണം. പാർട്ടിയിൽ അതിന്റെ ചർച്ച ചെയ്യണത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.